തലസ്ഥാനത്ത് നടക്കുന്ന മോഷണ പരമ്പരകളിൽ അവസാനത്തേതാണ് മണക്കാട് വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്ന സംഭവം. പരിചയം മുതലെടുത്ത് വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചതിന് പിന്നാലെ ആക്രമണം, പിന്നെ മോഷണം. 9.5 പവനിലധികം സ്വർണമാണ് പ്രതികൾ തട്ടിയെടുത്തത്. നിലവിൽ മോഷണം പോയ സ്വർണം വീണ്ടെടുക്കാനുള്ള പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഈ പറയുന്ന വയോധികയുടെ അയൽക്കാരിയാണ് ഈ മോഷണത്തിന്റെ ആസൂത്രകൻ. നഗരമധ്യത്തിൽ പട്ടാപ്പകൽ നടന്ന മോഷണത്തിനിടയിൽ വയോധിക നേരിടേണ്ടി വന്നത് ക്രൂരമായ അതിക്രമം. ഒടുവിൽ പ്രതികൾ പോലീസിന്റെ പിടിയിലാകുമ്പോൾ പുറത്തുവരുന്നതാകട്ടെ സിനിമയെ വെല്ലുന്ന തിരക്കഥ. ഇവരെ തട്ടിമാറ്റി വായ പൊത്തി അമക്കി ഇങ്ങനെ സ്പീഡാ കൊണ്ടുപോയി അടിയോട്ടടി കണ്ണത്തിലെയും മുഖത്തിലെയും അടിച്ച് കണ്ണാടി പൊട്ടിച്ച് തലയെ പിടിച്ച് വലിച്ച് ഇഴുത്ത് ഇത് പൊട്ടിച്ച് ഇങ്ങനെ വളരെ ഊരാൻ പറ്റില്ല, ഇങ്ങനെ ഊരെടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. അപ്പൊ ഇവിടെ കിടന്ന കണ്ണാടി പൊട്ടിപ്പോയി. ഈ കാണുന്ന ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറിയായിരുന്നു മോഷണം നടത്തിയത്. ഫ്ളാറ്റിനെ കുറിച്ചും വയോധികയെക്കുറിച്ചും നേരത്തെ അറിയാവുന്നത് പ്രതികൾക്ക് മോഷണം എളുപ്പമാക്കി. സ്വർണം ധരിക്കുന്ന ശീലവും നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഇതേ ഫ്ളാറ്റിന്റെ 2ാമത്തെ നിലയിൽ കഴിയുന്ന റീനയാണ് മോഷണത്തിന്റെ മുഖ്യ ആസൂത്രണം. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഷീബ, റീന, ശരത്ത്, രാജൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. വട്ടിയൂർക്കാവ് സ്വദേശിയായ ഒരാളെ കൂടി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊലപാതകമടക്കം 3 കേസുകളിൽ പ്രതിയാണ് ഷീബയെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു. കടബാധ്യത തീർക്കാമെന്ന ലക്ഷ്യത്തിലായിരുന്നു കവർച്ച. മോഷണ വിവരം പുറത്തറിഞ്ഞതിന് പിന്നാലെ പ്രതികളെ പോലീസ് പിടികൂടിയത് മണിക്കൂറുകൾക്കുള്ളിൽ. ഇനി സ്വർണം വീണ്ടെടുക്കാനുള്ള അന്വേഷണം. തലസ്ഥാന നഗരിയിൽ നടക്കുന്ന 1ാമത്തെ മോഷണമല്ല ഇതെന്നുകൂടി ഓർക്കണം. ഇത് കൃത്യമായിട്ട് മുൻപ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ ഒരു ഗൂഢാലോചന നേരത്തെ നടത്തി. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കുറ്റം ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തട്ടിവിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ നേരത്തെ വന്നവരല്ല, അപ്പം നല്ലവരാണ് വിചാരിച്ചു. അയ്യോ പറഞ്ഞപ്പോൾ പട്ടപ്പട്ട മാറി അടിച്ച് ഇങ്ങനെ അടിച്ചിട്ട് എന്നെ അവിടെ കൊണ്ട് തള്ളി വിട്ടിട്ട് വലിച്ച് പിടിച്ചെഴുത്തു. വളയില ഇങ്ങനെ ഊരെടുത്തു വളയില. 10 ലക്ഷം രൂപ വില വരുന്ന 9.5 പവനെടുത്ത് സ്വർണമാണ് മോഷണം പോയത്. നിലവിൽ 12 ഗ്രാം സ്വർണം മാത്രമാണ് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു എന്നാണ് പ്രതികളുടെ മൊഴി. സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. സമീപകാലത്ത് നടന്ന മോഷണങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധനയുണ്ട്. ഒരു ദിവസം കൊണ്ട് പദ്ധതിയിട്ട മോഷണമല്ലെന്ന് വ്യക്തമാണ്. അവിടെ ഒരു മൽപ്പിടുത്തമുണ്ടായിരുന്നെങ്കിൽ വയോധികയുടെ ജീവൻ പോലും നഷ്ടമായേനെ. കള്ളന്മാർ അരങ്ങുവാഴുന്നോ തലസ്ഥാനത്ത് എന്നാണ് ചോദ്യം. ക്യാമറമാൻ സന്തോഷ് ചേകവരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.